പ്രശസ്ത സംഗീതജ്ഞൻ വേണുമാഷിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. പയ്യന്നൂരിലെ ഏറ്റവും പ്രശസ്തനായ പഴയകാല സംഗീതജ്ഞൻ വേണുമാസ്റ്റർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ഡോക്ടർ C. രാമചന്ദ്രൻ, ഡോക്ടർ C. രഘുനാഥ്, C. ഭാനുമതി എന്നിവർ സഹോദരങ്ങളാണ്. ഭാര്യമാർ പരേതയായ പുഷ്പ, ഇപ്പോഴത്തെ ഭാര്യ പ്രസന്ന, മണികണ്ഠദാസ്, രാമദാസ്, റിജേഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ മക്കളാണ്. 2024 പയ്യന്നൂരിൽ നടന്ന കൈതപ്രം വിശിഷ്ടാതിഥിയായി സംബന്ധിച്ച ആദരിക്കൽ ചടങ്ങായിരുന്നു വേണുമാഷിൻ്റെ അവസാനത്തെ പരിപാടി. തിങ്കളാഴ്ച കാലത്ത് കീച്ചേരിയിലെ വസതിയിലും ഉച്ചയ്ക്ക് 12 മണിയോടെ ചെറുകുന്നിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുമായി നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. ഉച്ചയോടെ ചെറുകുന്നിൽ സംസ്കാരവും നടന്നു. പയ്യന്നൂരിൽ വേണുമാഷിൻ്റെ സംഗീത ജീവിതം ഏറെ പ്രസക്തമായിരുന്നുവെന്ന് MT അന്നൂർ അഭിപ്രായപ്പെട്ടു. എൻ്റെ 80 മുതൽ വിശ്വരൂപത്തിൽ സ്റ്റേജിൽ പാട്ട് പാടിയത് വേണുവേട്ടനായിരുന്നു. പിന്നീടാണ് റെക്കോർഡിങ്ങൊക്കെ വരുന്നത്. റെക്കോർഡിങ്ങിന് ശേഷമാണ് പിന്നെ രാമേന്ദ്രേട്ടൻ പാടുകയും രാമേന്ദ്രേട്ടൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുവരെ ക്ലാസിക്കൽ പാടാൻ വേണ്ടി വേണുവേട്ടൻ തന്നെയാണ് വന്നിരുന്നത്. പിന്നെ ദ്വാരകയിൽ ഞാൻ മാനേജറായതിന് ശേഷം ദ്വാരകൃഷ്ണേട്ടൻ പാടി അങ്ങനെയൊക്കെ വന്നത്. ഇപ്പോൾ ദ്വാരകൃഷ്ണൻ പാടിയ പാട്ടിൻ്റെയും സംഗീതം അന്ന് ചെയ്തിരുന്നത് വേണുവേട്ടനായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലും മാത്രമല്ല, പയ്യന്നൂരിലെ കുട്ടികൾ പണ്ട് വേറെ ആരുടെയും അടുത്തുനിന്ന് പഠിച്ചതിനെക്കുറിച്ച് നമുക്കധികം അറിയില്ല. പക്ഷെ വേണുവേട്ടൻ പയ്യന്നൂർ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പയ്യന്നൂരും പരിസരത്തുമുള്ള നിരവധി സംഗീതജ്ഞന്മാർ വേണുവേട്ടൻ്റെ ശിഷ്യന്മാരാണ്. അപ്പം അങ്ങനെ അറിയാം. അപ്പോൾ വേണുവേട്ടനെ ആദരിക്കണം എന്ന രീതിയിൽ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ പയ്യന്നൂർ വെച്ച് വേണുവേട്ടൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം ചേർന്ന് അഭ്യുദയകാംക്ഷികളായി ഞങ്ങളൊക്കെ ചേർന്ന് ഒരു ആദര സമ്മേളനം നടത്തിയിരുന്നു. അത് ഏറ്റവും വലിയ വിജയമായിരുന്നത് മാത്രമല്ല, വേണുവേട്ടൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സംതൃപ്തിയായിരുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ പ്രൊഫസർ രാജീവ് മാഷ് നേതൃത്വത്തിലാണ് അന്ന് അങ്ങനെ ഒരു ഇത് രൂപീകരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ വേണുവേട്ടൻ്റെ വിയോഗത്തിൽ ഒന്നത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു ആത്മസംതൃപ്തി നമുക്കുണ്ട്. വർഷങ്ങളായി പയ്യന്നൂരിലെ നവരാത്രി ആഘോഷ പരിപാടികളിൽ വേണുമാഷിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് VN രാജീവൻ പറഞ്ഞു. വേണുമാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഏറെ അറിയപ്പെടുന്ന സംഗീത പ്രതിഭയാണ് അദ്ദേഹം. ഞാൻ അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രാരാധ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. എത്രയോ വർഷമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ച് പരിശീലനം നേടിയവരും ഒരുപാട് പതഴക്കവും പഴക്കമുള്ളവർ നവരാത്രി ആഘോഷത്തെ സമ്പുഷ്ടമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ആഘോഷത്തിൽ വേണുമാഷില്ലാത്ത ഒരു ആഘോഷത്തെപ്പറ്റി ഇനി ചിന്തിക്കുക കഴിയുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട്. മാനസികമായി വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പോലുള്ള കലാസ്വാദകരും അതിൻ്റെ സംഘാടകരും. ഏറ്റവും സൗമ്യവും ലളിതവും അതുപോലെ വളരെ ബഹുമാനം പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സാമ്പത്തികമായ പ്രയാസങ്ങളോ അതിന് മറ്റ് തടസ്സങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം തുറന്ന മനസ്സോടുകൂടി പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മാതൃകാ സംഗീത രത്നം തന്നെയാണ് അദ്ദേഹം. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലും അതുപോലെ സംഗീത ലോകത്ത് ഇത്തരത്തിലുള്ള പ്രതിഭകളെ ലഭിക്കുക അസാധ്യമാണ്. അദ്ദേഹത്തിൻ്റെ അകാലമായ ഈ വിയോഗത്തിൽ ഞാൻ വ്യക്തിപരമായും അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രാരാധന സംഘത്തിൻ്റെ പേരിലും ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വേണുമാഷെക്കുറിച്ച് ലാസ്യ പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത. എൻ്റെ ആദ്യകാലത്തുള്ള എല്ലാ പരിപാടികൾക്കും മാഷാണ് പാടിയിരിക്കുന്നത്. ശരിക്കും ഞാൻ മാഷ പറയുക പയ്യന്നൂരിൻ്റെ ഭാവഗായകൻ എന്നാണ്. നൃത്തത്തിൻ്റെ ഗാനത്തിനാണ് മാഷ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവരൊരു കൂട്ടായിരുന്നു, സുശീലേട്ടൻ, വേണുമാഷ്, പ്രകാശേട്ടൻ. അപ്പോൾ ആ ഗ്യാങ് അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്.
എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ ആദ്യത്തെ മോഹിനിയാട്ടം. അതായത് നമ്മൾ സാധാരണ കർണാട്ടിക് മ്യൂസിക്കിലാണ് മോഹിനിയാട്ടം സെറ്റ് ചെയ്യുക. പക്ഷേ അത് മാധവ മാഷ്, പയ്യന്നൂർ മാധവ മാഷ്, കാമ്പളത്ത് മാധവ മാഷ് എഴുതിയിട്ട് അത് നമ്മൾ ഹിന്ദുസ്ഥാനി രാഗത്തിൽ ദേശിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് മാഷക്ക് അന്നൊരു സംശയം ഉണ്ടായിരുന്നു, അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലത്തിൽ പോയി പണിക്കര് മാഷെ കണ്ടു. അതുപോലെ തന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മേനെ കണ്ടു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു പുതിയത് വരട്ടെ മോളെ, ദേശിൽ ചെയ്യുന്നു. അങ്ങനെ വേണുമാഷ് ദേശിൽ പൂന്തേൻ നേർമൊഴി സഖി എന്നുള്ള മോഹിനിയാട്ടം സെറ്റ് ചെയ്തു. ആ വർഷം അത് എൻ്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന ലക്ഷ്മിക്കാണ് സ്റ്റേറ്റ് ഫസ്റ്റ് മോഹിനിയാട്ടത്തിന് കിട്ടിയത്. അപ്പോൾ നമ്മൾ ലാസ്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ട ആ കാലഘട്ടത്തിൽ നമ്മളെ വളരെയധികം സഹായിച്ച അങ്ങനെ ഒരു അധ്യാപകനാണ് വേണുമാഷ്. പയ്യന്നൂരിൻ്റെ ഭാവഗായകനാണ് വേണുമാഷ്. വേണുമാസ്റ്റർ എല്ലാ വാദ്യോപകരണങ്ങളും ഹൃദിസ്ഥമാക്കിയ സംഗീതജ്ഞനായിരുന്നുവെന്ന് നാടക സിനിമാ നടൻ KPK വെങ്ങര ഓർമ്മിച്ചു. അങ്ങനെ കേവലമായി സംഗീത പ്രതിഭ എന്നും പറഞ്ഞാൽ പോലെ, കാരണം എല്ലാ വാദ്യോപകരണങ്ങളും സംഗീതോപകരണങ്ങളെല്ലാം അത് തന്ത്രിവാദ്യമായാലും സുഷിരവാദ്യമായാലും മോർശിംഗ് അടക്കം എല്ലാം ഹൃദിസ്ഥമാണ്, അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ഡോക്ടർ വേണുഗോപാൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ചേർത്ത് വെച്ചിട്ട് മൃദംഗവും അതുപോലെ വയലിനൊക്കെ ചേർത്ത് വെച്ച് വായ്പ്പാട്ട് പാടി ഇത് രണ്ടും പ്രയോഗിക്കാൻ കഴിയുള്ള ഒരു അത്ഭുത പ്രതിഭയാണ്. പക്ഷേ നമ്മുടെ മാധ്യമം വേണ്ടത്ര അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നതാണ്. ബാബുവിനെ പോലത്തെ ആളുകളൊന്നും അന്ന് ഈ രംഗത്ത് വരാത്തത് ഒരുപക്ഷെ ഇതുപോലുള്ള കലാകാരന്മാരുടെ ഒരു വല്ലാത്ത വ്യഥയായിരിക്കും. എങ്കിൽ പോലും അറിയുന്നവർക്ക് വേണുനാദം ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. നർത്തകി സീത ശശിധരൻ. ഞാനിപ്പം വേണുമാഷിൻ്റെ വീട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ആദ്യത്തെ പാട്ട് ഗുരുവാണ് വേണുമാഷ്. ഞാൻ ഒരു 6 വയസ്സ് മുതൽ ഞാൻ വേണുമാഷിൻ്റെ ഒരു 15 വയസ്സ് വരെ വേണുമാഷിൻ്റെ ശിഷ്യയായിരുന്നു. എൻ്റെ ആദ്യത്തെ പാട്ട് വോക്കലിൻ്റെ ഗുരുവായിരുന്നു മാഷിന്. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു മാഷിനടുത്ത് കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പിന്നെ ഞാൻ കലാക്ഷേത്രം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അതിന് മുമ്പേയും അതിന് ശേഷവും കലാക്ഷേത്രയ്ക്ക് മുമ്പേയും ശേഷവും ഒരുപാട് വേദികളിൽ വേണുമാഷ് എനിക്ക് പാടിയിട്ടുണ്ട്. പാട്ടും അതുപോലെ പക്കമേളം വയലിനും വായിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരുപാട് വർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങളെ ഫാമിലിയും വേണുമാഷായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വേണുമാഷിൻ്റെ ഒരു വിയോഗം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. അപ്പോൾ മാഷിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. വർഷങ്ങളായി പയ്യന്നൂരിനെ സംഗീതസാന്ദ്രമാക്കിയ വേണുമാഷിൻ്റെ വിയോഗം സംഗീതത്തെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് സംഗീതപ്രേമികൾക്കാണ് തീരാ നഷ്ടമായിരിക്കുന്നത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ചെറുകുന്നിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.